Dear students, February 2026 മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ CAS അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 20, പാർട്ട് എ ക്വസ്റ്റ്യൻ നമ്പർ 20, ദെൻ ഡിസൊല്യൂഷൻ പ്രോബ്ലം ആണ്, ദെൻ 3 പാർട്ട്നേഴ്സ്, ദെൻ റേഷ്യോ 2:1:1, ദെൻ നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ്, റിസോഴ്സ്, ക്യാപിറ്റൽ, അതുപോലെ അസറ്റ് സൈഡിൽ ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾക്ക് നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ദ ഫേം വാസ് ഡിസോൾവ്ഡ് ഓൺ ദി അബൌട്ട് ഡേറ്റ്. അല്ലെ നമ്മൾ ആ പറഞ്ഞ ഡേറ്റിൽ ഫേം ഡിസോൾവ് ആകുകയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുന്നത് എന്താ, ജിത്ത് ടോക്ക് ബൈ സ്റ്റോക്ക്, ദെൻ അസറ്റ്സ് റിയലൈസ്ഡ് പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ, പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് ആദ്യം ഇതിൽ ഈ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലേ ഫസ്റ്റ് നമ്മൾ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യണം, എക്സ്ക്ലൂഡിങ് ക്യാഷ് ആൻഡ് ബാങ്ക്. അപ്പോൾ നമ്മൾ അസറ്റുകൾ എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബാങ്ക് മാറ്റി നിർത്തിയിട്ട് ബാക്കി അസറ്റുകൾ ബുക്ക് വാല്യൂവിൽ, അതായത് ക്വസ്റ്റ്യനിലുള്ള വാല്യൂവിലെ അസറ്റുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യണം, ഡെബിറ്റ് സൈഡിലേക്ക് നോട്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലയബിലിറ്റി സൈഡിലുള്ള ലയബിലിറ്റികൾ, അതായത് എക്സ്റ്റേണൽ ലയബിലിറ്റികൾ, ഫേം സ്ഥാപനത്തിന് പുറത്ത് ആർക്കെല്ലാം എന്തെല്ലാം കൊടുക്കാനുണ്ട്, അതാണ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. അത് മാത്രം സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ബിൽസ് പേയബിൾ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ക്രെഡിറ്റ് സൈഡിലേക്ക് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് നോട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അസറ്റുകളെ കൊണ്ടുവരിക, എക്സ്ക്ലൂഡിംഗ് ബാങ്ക്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ട്രാൻസ്ഫർ ഓൾ ദി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ടു ദി ക്രെഡിറ്റ് സൈഡ് റിയലൈസേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് അസറ്റ് റിയലൈസ്ഡ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും അസറ്റ് റിയലൈസ്ഡ്. അതിൻ്റെ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട്, ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നോട്ട് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ നോട്ട് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ട്രാൻസ്ഫർ അസറ്റ് ലൈക്ക് സ്റ്റോക്ക് അറ്റ് ബുക്ക് പ്രൈസ്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ, ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ വരെ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത സ്റ്റെപ്പായിട്ട് ട്രാൻസ്ഫർ ഓൾ ദി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ലൈക്ക് ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. തേർഡ് സ്റ്റെപ്പായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അതർ അസറ്റ് റിയലൈസ്ഡ്. നമുക്ക് എത്ര കിട്ടി, അത് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് റുപ്പീസ് 2,50,000. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് പറഞ്ഞ് കൊടുത്തിട്ട് ആ എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ 2,50,000 അവിടെ നോട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദെൻ സ്റ്റോക്ക് ടു കവർ ബൈ ജിത്തു, അല്ലേ. അപ്പോൾ പാർട്ട്ണർ സ്റ്റോക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജോളൻ്റെ എന്ന് പറഞ്ഞാൽ ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ജിത്തൂസ് ക്യാപിറ്റൽ പറഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ എമൗണ്ട് നോട്ട് ചെയ്തിട്ടേക്കാം. നെക്സ്റ്റ് പറയുന്നത് അടുത്തത് നമ്മളുടെ ഈ മുത്തു എന്ന് പറഞ്ഞ പാർട്ട്ണറിന് നമ്മളുടെ സ്ഥാപനം ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട്. ഈ പാർട്ട്ണറാണ് നമ്മളുടെ ഈ വർക്കുകൾ ഏറ്റെടുത്തേക്കുന്നത്. അപ്പം നോക്കാം, മുത്തു ലുക്ക്ഡ് ആഫ്റ്റർ ദി ഡിസൊല്യൂഷൻ വർക്ക് ഫോർ റെമ്യൂണറേഷൻ ₹8,000 ആൻഡ് അഗ്രീഡ് ടു ബിയർ ഡിസൊല്യൂഷൻ എക്സ്പെൻസസ് അപ് ടു 6,000. ആക്ച്വൽ എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹിം വേർ ₹7,600. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മളൊരു പാർട്ട്ണർ ഒരു റെമ്യൂണറേഷൻ കിട്ടുവാണെങ്കിൽ, ഡിസൊല്യൂഷൻ വർക്കിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ റെമ്യൂണറേഷൻ കൊടുത്താൽ അതിൻ്റെ ജേണൽ എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഒരു പാർട്ട്ണറിന് നമ്മൾ ഡിസൊല്യൂഷൻ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ ടു മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോഴാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു മുത്തൂസ് ക്യാപിറ്റൽ നമ്മൾ എമൗണ്ട് കാണിക്കുന്നത്. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് വൺ പാർട്ട്ണർ, ദാറ്റ് ഇസ് വൺ പാർട്ട്ണർ മുത്തു എഗ്രീഡ്, അതായത് ഡിസൊല്യൂഷൻ എക്സ്പെൻസ് 6,000 രൂപ വരെയും അയാൾ എടുക്കാമെന്ന് ഈ പാർട്ട്ണർ എഗ്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ട്ണർ റിയലൈസേഷൻ എക്സ്പെൻസ് എടുക്കാമെന്ന് എഗ്രി ചെയ്താൽ അതിന് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും പാർട്ട്ണർ എഗ്രി ചെയ്യേണ്ട ഡിസൊല്യൂഷൻ്റെ എക്സ്പെൻസ് കൊടുക്കാമെന്ന് എഗ്രി ചെയ്താൽ അതിന് ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വേറെ കേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സ്പെൻസ് പെയ്ഡ് ഹിം വേർ ₹7,600. 6,000 രൂപ വരെയും അയാളുടെ എക്സ്പെൻസ് മെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ആക്ച്വലി ചിലവ് വന്നപ്പോൾ അത് 7,600 രൂപയായി. അതായത് ഇയാളുടെ കയ്യിൽ നിന്നും ഒരു 1,600 രൂപ എക്സ്ട്രാ പോയിട്ടുണ്ട്. അത് ഫേം ബെയർ ചെയ്യേണ്ടി വരും. കാരണം 6,000 രൂപയെ ഫേമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പൈസ എന്ത് ചെയ്യണം, ഫേം ബെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ ടു മുത്തൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ആ 1,600 എക്സ്ട്രാ ഉള്ള എമൗണ്ട് നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്യണം. സോ ജേണൽ എൻട്രി ദെൻ ഡിസൊല്യൂഷൻ വർക്ക്, അതായത് ഒരു പാർട്ട്ണർ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ ഡിസൊല്യൂഷൻ റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ എൻട്രിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് മുത്തൂസ് ക്യാപിറ്റൽ.
ദെൻ വെൻ എ പാർട്ട്ണർ അഗ്രീസ് ടു പേ റിയലൈസേഷൻ എക്സ്പെൻസസ്, നോ എൻട്രി. ഫേമായിട്ട് ഈ അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ചിലവ് ഞാൻ എടുത്തുകൊള്ളാം, അത് അങ്ങനെയാണെങ്കിൽ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 6000 രൂപയ്ക്കാണ് അയാൾ അഗ്രിമെൻറ്റ് വെച്ചത്, 7600 വെച്ച് കൂടുതലായി, അപ്പോൾ എക്സ്ട്രാ 1600 രൂപ ഫേം ആ പാർട്ട്ണർ കൊടുക്കണം. അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുമ്പോൾ ജേണലിൽ വരുന്നതാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടോ മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സ്ഥാപനം ഈ എമൗണ്ട് ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ റിമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട് മുത്തൂസ് ക്യാപിറ്റൽ 8500. നെക്സ്റ്റ് ആ ഡിസൊല്യൂഷൻ എക്സ്പെൻസ് അയാൾക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. 6000 രൂപയ്ക്ക് എഗ്രിമെൻറ്റ് വെച്ചിട്ട് 7500 ചിലവായി. അപ്പോൾ ആ 1500 കൊടുക്കുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ റിയലൈസേഷൻ അക്കൗണ്ട് മുത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1600. നെക്സ്റ്റ് നമ്മളിവിടെ വരേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബിൽസ് പേബിളും ക്രെഡിറ്റേഴ്സും പേയ്മെൻറ്റ് നടത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മുടെ ഡിസൊല്യൂഷൻ്റെ പ്രോബ്ലത്തിൽ എല്ലാത്തിലും ഇതുപോലെ പറയില്ല, ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ ഏതെങ്കിലും ബാധ്യതകൾ അവിടെ ഉണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അതവിടെ പേയ്മെൻറ്റ് നടത്തിയായിട്ട് കാണിക്കണം. സോ റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് ബിൽസ് പേബിൾ എമൗണ്ട്, ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് 24,000ഉം 10,000ഉം. അസറ്റ് സൈഡ് നമ്മൾ അസറ്റ് റിയലൈസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാർട്ട്ണർ ഒരു അസറ്റ് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ റിയലൈസ് ചെയ്ത് ക്യാഷ് കിട്ടിയാൽ ജേണൽ എൻട്രി എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടോ അല്ല റിയലൈസേഷൻ അക്കൗണ്ടോ, അതായത് പോസ്റ്റ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ ബൈ ബാങ്കെന്നോ ക്യാഷ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അതേസമയം ഇതിന് പകരം ഒരു പാർട്ട്ണറെ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടോടെ എമൗണ്ട് നോട്ട് ചെയ്തേക്കാം. നിങ്ങൾ ഡിഫറൻസ് കിട്ടും. ആ എമൗണ്ട് 3 പാർട്ട്നേഴ്സിന് തന്ന റേഷ്യോയിൽ അവിടെ ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഓപ്പണിംഗ് ബാലൻസ് 75,000, 65,000, 6,000 അത് ഫസ്റ്റ് നോട്ട് ചെയ്യാം. ഇനി ബാലൻസ് ഷീറ്റ് റിസർവ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക തന്നിരുന്ന റേഷ്യോയിൽ. അടുത്ത റിയലൈസേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് നമ്മളൊരു ജേണൽ എൻട്രിയോടെ പറഞ്ഞു, ഒരു പാർട്ട്ണറിന് റിമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു മുത്തൂസ് ക്യാപിറ്റൽ, മുത്തൂസ് ക്യാപിറ്റൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 8,500. നെക്സ്റ്റ് ആ പാർട്ട്ണർ റിയലൈസേഷൻ എക്സ്പെൻസിനായിട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു മുത്തൂസ് ക്യാപിറ്റൽ, പോസ്റ്റ് ചെയ്യുമ്പോൾ മുത്തൂസ് ക്യാപിറ്റൽ ബൈ റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ സ്റ്റോക്ക് ടേക്കൺ ഓവർ ബൈ ജിത്തൂസ്, ജേണൽ എൻട്രി ജിത്തൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ. അപ്പോൾ നമ്മളുടെ ടു റിയലൈസേഷൻ അക്കൗണ്ട് സ്റ്റോക്ക് നോട്ട് ചെയ്തു, ഡിഫറൻസ് കിട്ടി. ആ ഡിഫറൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ബാങ്ക് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് നോട്ട് ചെയ്തേക്ക്. ഇവിടെ ബാലൻസ് കിടന്ന് എഴുതാൻ പാടില്ല. വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് 67,50. നമ്മൾ എത്ര എമൗണ്ട് ഉണ്ടോ ബാലൻസ് അത് നമ്മൾ അവർക്ക് കൊടുക്കണം, അവിടെ വെച്ചിട്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.